ഗുഡ് മോർണിംഗ്. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2-ൻ്റെ 8th ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഹിസ്റ്ററി ഓഫ് TB കൺട്രോൾ പ്രോഗ്രാമാണ്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ TB ട്യൂബർക്ലോസിസിനെ കുറിച്ചായിരിക്കും പഠിക്കാൻ പോകുന്നത്. നമ്മുടെ സിലബസിൽ മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ് ഈ ട്യൂബർക്ലോസിസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. സോ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഹിസ്റ്ററി ഓഫ് TB കൺട്രോൾ പ്രോഗ്രാം. TB കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. സോ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ കുറേയധികം വർഷങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാനുണ്ടാവും. അപ്പോൾ കുറച്ച് വർഷങ്ങൾ പറയുന്നുണ്ട് ഇവിടെ. അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. വളരെ കുറച്ചേ ഉള്ളൂ. സോ അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക. ടൈം പീരീഡ് 1850s to 1947. സോ 1950s മുതൽ 1947 വരെയുള്ള ആ ഒരു കാലയളവിൽ എന്തൊക്കെ ആണ് TB കൺട്രോൾ പ്രോഗ്രാമിൻ്റെ കീഴിൽ അല്ലെങ്കിൽ TB കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്ന് പറയുന്നത്. First sanatorium 1850s. The first sanatorium for TB patients was established in India in the 1850s. So 1850s-ലാണ് TB പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സാനിറ്റോറിയം ഉണ്ടായത്. ഈ സാനിറ്റോറിയം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ് ഇതിനെ പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് സാനിറ്റോറിയം എന്നാണ്. അപ്പോൾ പണ്ട് കാലത്ത് TB ഒക്കെ വരുന്ന ആൾക്കാരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ സാനിറ്റോറിയം. സോ ഫസ്റ്റ് സാനിറ്റോറിയം ഈസ് ഓൺ 1850s-ലാണ് ഫസ്റ്റ് സാനിറ്റോറിയം വന്നത്. Second, the TB Association of India 1912. The TB Association of India was formed in 1912 to raise awareness and advocate for TB control. So TB Association of India നിലവിൽ വരുന്നത് 1912-ലാണ്. അത് വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ TBനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാനും TB കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് TB Association of India നിലവിൽ വന്നത്. Then third, British government initiatives 1920s to 1930s-ലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നടപ്പിലായത്. The British government initiated TB control measures including the establishment of TB clinics and sanatoria. അപ്പം അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്? TB ക്ലിനിക്സും സാനിറ്റോറിയംസും ഒക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ TB കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് മെഷേഴ്സും അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. Then the Tuberculosis Association of India, it is a voluntary organization that plays vital role in the fight against tuberculosis in India. അപ്പോൾ എന്താ ട്യൂബർക്കുലോസിസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ട്യൂബർക്കുലോസിസിന് എതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ കൊണ്ടുവന്ന ഒരു വോളണ്ടറി ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ഈ TAI എന്ന് പറയുന്നത്. TAI ട്യൂബർക്കുലോസിസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. Here are some key facts about TAI. It's established in 1939. The TAI was found in 1939 by a group of doctors and social workers who were concerned about the problem of TB in India. So ഇതിൽ ഫോം ചെയ്തിരിക്കുന്ന 1912-ലും എസ്റ്റാബ്ലിഷ്ഡ് 1939-ലുമാണ്. അത് ഓർത്ത് വെക്കുക. നിലവിൽ അത് എസ്റ്റാബ്ലിഷ് എന്ന് വെച്ചാൽ അതിൻ്റെ കുറിച്ച് കൂടുതൽ കൺസേൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുന്നത് 1939-ലാണ്. 1912-ൽ ഇങ്ങനൊരു ട്യൂബർക്കുലോസിസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള സംഭവം ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നത് എപ്പോഴാണ്? 1939-ലാണ് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ ദ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സും ഡോക്ടേഴ്സും ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു TAI എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഫോം ചെയ്തത്. Then TAIയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. TB കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, സപ്പോർട്ടിംഗ് ദ TB പേഷ്യൻസ്. അപ്പോൾ എന്താ? TB കൺട്രോൾ ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, അതുപോലെ TB ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്ന ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ട്യൂബർക്കുലോസിസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഇനി ഇവർ ചെയ്ത പ്രധാന ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. അവയർനെസ് ക്യാമ്പയിൻ, ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, റിസർച്ച് ആൻഡ് അഡ്വോക്കസി, കൊളാബറേഷൻ വിത്ത് ഗവൺമെന്റ് ആൻഡ് NGO. അപ്പം എന്താ TB അവയർനെസ് ക്യാമ്പയിൻസും ട്രെയിനിങ്ങും പിന്നെ പലതിനെ പറ്റി TBനെ പറ്റിയ റിസർച്ചും പിന്നെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനും ഗവൺമെന്റ് ഓർഗനൈസേഷനും ഒക്കെ ആയിട്ട് ഒരു കൊളാബറേഷൻ വർക്ക്സ് ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവർ ചെയ്ത ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ടൈം പീരീഡ് 1947 to 1916. നാഷണൽ ട്യൂബർക്കുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1959. അപ്പം ആ ഒരു കാലയളവിൽ വരുന്നതാണ് എന്ത്? നാഷണൽ ട്യൂബർക്കുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് 1959-ലാണ് വരുന്നത്. ബാംഗ്ലൂരാണ് ഉള്ളത്. സോ അത് നന്നായിട്ട് ഓർത്ത് വെക്കുക. കഴിഞ്ഞ വർഷം ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. NTI എവിടെയാണ്, എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു? അത്
ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കുറച്ച് ഫ്രീ നോട്ട്സും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക.